Welcome to CSIR JRF Net Examination class. General Aptitude paper, lesson number 26 continuing. This is the 49th lecture. Data interpretation, line chart. Line chart, data interpretation. Line charts will be given, and by analyzing the line chart, we have to answer some questions. ചില ചാർട്ടുകൾ തരും. ആ ചാർട്ട് ലൈനായിട്ടാണ് ചാർട്ട് തരുന്നത്. ആ ലൈനുകൾ നോക്കിയിട്ട് അതിനകത്തുള്ള ചോദ്യങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. ഗ്രാഫ് നോക്കണം, എന്നിട്ട് ഗ്രാഫ് വായിച്ച് ചില ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരം പറയുക. അതാണ് ഈ ടോപ്പിക്ക്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ടോപ്പിക്കാണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ ലൈൻ ചാർട്ട് ഒന്ന് നോക്കുക. അപ്പോൾ ലൈൻ ചാർട്ട് ഞാൻ മാഗ്നിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കാണിച്ചിരിക്കുന്നത് expenditure in lakhs of 3 different company in different year. അപ്പോൾ മൂന്നല്ല പല കൊല്ലങ്ങളിലെ ഒരു കമ്പനിയുടെ ആ ഡേറ്റയാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്പെൻഡിച്ചർ ഡേറ്റയാണ് കൊടുത്തിരിക്കുന്നത്. 3 different companies in 5 different ഇയറാണ്. 5 വർഷക്കാലത്തേക്ക് ഒരു കമ്പനിക്ക് ഉണ്ടായ എക്സ്പെൻഡിച്ചറിൻ്റെ കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 കമ്പനികളാണ്. അവിടെ നമുക്ക് ആ ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്നത് എ എന്നുള്ള കമ്പനിയുടേതാണ്. റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് ബി എന്നുള്ള കമ്പനിയുടെ ഡേറ്റയാണ്, എക്സ്പെൻഡിച്ചർ ഡേറ്റയാണ് ഓരോ വർഷവും. പിന്നെ സി എന്നുള്ളത് അത് പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് സി എന്നുള്ള കമ്പനിയുടെ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അതിൻ്റെ എക്സ്പെൻഡിച്ചർ വാല്യൂ ആണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ലാക്കിൽ ഏറ്റവും ടോപ്പിൽ എഴുതിയിരിക്കുന്നത് 300, 250, 200, 150, 150. താഴെയാണ് അതിൻ്റെ വർഷം കൊടുത്തിരിക്കുന്നത്. വർഷം, ഇയർ 2005, 6, 7, 8, 9, 10, ഇങ്ങനെ 5 വർഷക്കാലം. അപ്പോൾ 5 വർഷക്കാലം വായിക്കുമ്പോഴേ നമുക്ക് ചില ഡേറ്റകളൊക്കെ കിട്ടും. ഉദാഹരണത്തിന് ഇപ്പോൾ 2006 ഗ്രാഫ് വായിക്കാൻ പഠിക്കണം. ട്രൈ ടു റീഡ് ദ ഗ്രാഫ്. എക്സ് ആക്സിൽ നമ്മൾ വർഷം വായിക്കും, വൈ ആക്സിൽ എക്സ്പെൻഡിച്ചർ ലാക്കിൽ ലക്ഷത്തിന് കണക്കിൽ വായിക്കും. ഇപ്പോൾ 2006 എടുക്കുകയാണെങ്കിൽ ആ നീലമഷി, അതായത് ആദ്യത്തെ കമ്പനിയുടെ എക്സ്പെൻഡിച്ചർ 2006 നമ്മൾ കാണുന്നത് 100. അതുപോലെ 2007 ആ കമ്പനിയുടെ കാണാൻ അല്പം പ്രയാസമുണ്ട്. എന്നാലും അത് 150ക്ക് മുകളിലാണ്. ഒരു 160 ഒക്കെ വരാം. 160 വരാവുന്നതാണ്. 150ക്ക് മുകളിലാണ്. അങ്ങനെ ഓരോ പോയിൻറ്റും നമ്മൾ നോക്കണം. ഈ ആ പച്ച നിറത്തിലുള്ള കമ്പനി, അതായത് സി കമ്പനിയുടെ 2006 വാല്യൂ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റിയ എക്സ്പെൻഡിച്ചർ അതൊരു 280 ഒക്കെ വരാം. അതിൻ്റെ മുകളിൽ ആ ഗ്രാഫിൻ്റെ മുകളിലാണ് പോകുന്നത്. അപ്പോൾ അതൊന്ന് അപ്രോക്സിമേറ്റ് ചെയ്യണം നമ്മൾ. കാരണം ഈ 300 200 അല്ലെങ്കിൽ 300, 350, 350 ഇല്ല. അപ്പോൾ 50ൻ്റെ കണക്കാണ്, 50ൻ്റെ കണക്ക്. അപ്പോൾ ഈ പോയിൻ്റ് ഇടയ്ക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഒരു 5 ഡിവിഷനായിട്ട് ഭാഗിച്ചിട്ട് എത്ര വരാമെന്നങ്ങോട്ട് നോക്കണം. ഒരു 5, ഇപ്പോൾ 100, 150, ഇപ്പോൾ ഒരു 5ൻ്റെ ഒരു ഗ്യാപ്പ് ഒന്നുമില്ലേ, 50ൻ്റെ ഗ്യാപ്പ് ഒന്നുമില്ല. അപ്പോൾ 5ആയിട്ട് ഭാഗിക്കാം. 5ആയിട്ട് ഭാഗിച്ച് കഴിഞ്ഞാൽ ആ കുത്ത് എവിടെ നിൽക്കണം നോക്കിയാൽ മതി. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടും. പിന്നെ അല്പം മാറിയാലും ഉത്തരത്തിൽ വലിയ മാറ്റമൊന്നും വരത്തില്ല. അങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇപ്പം നമ്മൾ 200 എക്സ്പെൻഡിച്ചറുള്ള ആ ഗ്രാഫ് നോക്കുക. അത് നമ്മൾ ഒരു 2009 കമ്പനി സിയുടെ നോക്കുകയാണെങ്കിൽ നീലമഷി, ആ കമ്പനി എയുടെ നോക്കുകയാണ് നീലമഷി. കമ്പനി എയുടെ നോക്കുകയാണെങ്കിൽ 2009 ഏതാണ്ടൊരു 210 പോലെ വരും, 210 അങ്ങനെ കണക്ക്. അപ്പോൾ എക്സ് ആക്സിലെ റീഡിങ് ഇയർ ആണെന്നും വൈ ആക്സിലെ റീഡിങ് എക്സ്പെൻഡിച്ചർ ആണെന്നും വിചാരിച്ചുകൊണ്ട് ഈ ഗ്രാഫിലെ ഓരോ പോയിന്റും വായിക്കാൻ പഠിച്ചാൽ ഈ ക്വസ്റ്റിനൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഞാൻ ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ്. ആ ഗ്രാഫ് നിങ്ങൾ തിരിച്ചു പോയി നോക്കിയാൽ മതി. ഞാനത് പുറകോട്ട് പോകുന്നില്ല.
ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. വാട്ട് വാസ് ദി ഓവറോൾ ആവറേജ് എക്സ്പെൻഡിച്ചർ ഓഫ് കമ്പനി സി ഇൻ ഓൾ ദ ഇയേഴ്സ് ടുഗദർ? സി എന്നുള്ള കമ്പനിയുടെ ആവറേജ് എക്സ്പെൻഡിച്ചർ എന്താണ് നമ്മൾ എല്ലാ വർഷവും പരിഗണിക്കുമ്പോൾ? റുപ്പീസ് 190, റുപ്പീസ് 120, റുപ്പീസ് 180, റുപ്പീസ് 150 ലാക്സ്. അപ്പം അത് നമ്മൾ ചെയ്യാനായിട്ട് ഗ്രാഫിലേക്ക് പോയി നോക്കണം. നോക്കിയാൽ കിട്ടുന്ന വാല്യൂ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓരോ ഇയറിലും ആ ഗ്രാഫിൽ നിന്ന് നോക്കി നമുക്ക് എക്സ്പെൻഡിച്ചർ എടുക്കുക. അപ്പോൾ ആദ്യ വർഷം 200 ആയിരിക്കും. നോക്കിയാൽ 250 നോക്കാം, 210 വളരെ സൂക്ഷിച്ച് നോക്കണം. ആ ഒരു ചെറിയ ഡീവിയേഷൻ ആണുള്ളൂ. 210, പിന്നെ 100, പിന്നെ 140, 150, 140 വരുള്ളൂ. അതാണ് ഓരോ വർഷമുള്ള എക്സ്പെൻഡിച്ചർ. ഗ്രാഫിലേക്ക് ഒന്ന് പോയി നോക്കണം. ഇപ്പോൾ ആദ്യ വർഷം 2003 അല്ലേ? 2003 കമ്പനി സിയുടേത്, സി എന്ന് പറയുന്നത് ഏതാണ്? പച്ചമഷി. കമ്പനി സി പച്ചമഷിയിൽ കാണിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ കമ്പനി സി 2006 ഏത് വർഷം നോക്കി ചോദിച്ചിരിക്കുന്നത് നോക്കി. വി ക്യാൻ സി എല്ലാ വർഷത്തെ കേസാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2000 കമ്പനി സിയുടെ 2005 നോക്കിയാണ് നമുക്ക് കിട്ടുന്നത്. നോക്കൂ, 2005 നോക്കുമ്പോൾ നമുക്കൊരു 150ൻ്റെയും 200 ഇടയ്ക്ക് ഒരു 180 വരാം. 2000 വാല്യൂ, 2005 വാല്യൂ 175 അടുക്ക് വരും, 180 വരും. ഇവിടെ തരം നോക്കിയാൽ നമ്മൾ അവരെടുത്തിരിക്കുന്ന തരം നോക്കി അങ്ങനെ എടുക്കണം. അവരെടുത്തിരിക്കുന്നത് 200 എടുത്തിരിക്കുന്നത്, 200. അതെങ്ങനെയാണ് 2005 നമുക്ക് നോക്കാം. സിയുടെ വിലയുള്ളൂ, സിയുടെ വാല്യൂ. സിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് പച്ചമഷി കാണിച്ചിരിക്കുന്നത്, പച്ചമഷി. അപ്പോൾ അത് ആദ്യത്തത് ഓവറാൾ എടുക്കുമ്പോൾ 200, ആദ്യം ഒരു 180 വരും, പിന്നെ വരുന്നത് ഒരു 240 വരാം, പിന്നെ വരുന്നത് 200 വരാം, അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള ആവറേജ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വാട്ട് വാസ് ദി ഓവറാൾ ആവറേജ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് കമ്പനീസ് ഇൻ ഓൾ ദി ഇയേഴ്സ് ടുഗദർ? എല്ലാ ഇയറും എടുക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാ ഇയറും എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ്. അതിപ്പോൾ ഇവിടെ അതിൻ്റെ ഓർഡറിൽ എഴുതിയിരിക്കുന്നത് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഓർഡർ അല്ലെന്ന് മാത്രം. ഇപ്പം നമ്മളൊന്ന് പോയി നോക്കണം. ആ ഗ്രാഫിൽ ചിലപ്പോൾ സൈറ്റ് ഡീവിയേഷൻ വന്ന് കാണും. അപ്പോൾ എല്ലാ വർഷത്തെയും എക്സ്പെൻഡിച്ചർ വാല്യൂ ആ കറസ്പോണ്ടിങ് ആയിട്ട് നോക്കണം. ഈ ഗ്രാഫും ഇവിടെ എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ ചെറുതായിട്ടൊരു മാച്ചിങ് വ്യത്യാസം വരാം, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ 200, 250, 210, 100, 140/5 180 ലാക്കായിരിക്കും. ഇത് കറക്റ്റായിട്ട് ഗ്രാഫിൽ ഒത്തു വരുന്നില്ല. ഗ്രാഫിൽ സ്ലൈറ്റ് ഡീവിയേഷൻ ഉണ്ടായി കാണും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് കമ്പനി ബി ഇൻ ദ ഇയർ 2006 and 2008 together and the total expenditure of company C in the year 2007 and 2009 together? അപ്പോൾ ബി എന്നുള്ള കമ്പനിയുടെ 2006-ലെയും 2008-ലെയും എക്സ്പെൻഡിച്ചർ അതിന് ഡിഫറൻസ് കാണണം. അപ്പോൾ സിയുടെ 2007-ലെയും 2009-ലെ എക്സ്പെൻഡിച്ചർ ഡിഫറൻസ് കാണണം. അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ എ എന്നുള്ള ആൻസർ, the first answer is 10 lakh. Second is 1 lakh. Third is 100 lakh. D is 1000 lakh. അപ്പം അതിൻ്റെ ആൻസർ കണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ആൻസർ ആദ്യം ഒരു കമ്പനിയുടെ ടോട്ടൽ എടുക്കണം.
അത് 190 പ്ലസ് 170 ആണ്. രണ്ടാമത്തെ ടോട്ടൽ എടുക്കണം 2 വർഷത്തെ 210 140 ആണ്. അപ്പോൾ അത് ഡിഫറൻസ് എടുക്കണം. ഡിഫറൻസ് എടുക്കുന്നത് നമുക്ക് 10 ലാക്ക് എന്ന് കിട്ടും. 10 ലാക്ക് ആ സംഖ്യയാക്കുമ്പോൾ 10 ലാക്ക് എന്ന് എഴുതും നമ്മൾ. ഇപ്പോൾ ടോട്ടൽ 2 വർഷത്തെ 2 കമ്പനികൾ 2 വർഷത്തെ ടോട്ടലിൻ്റെ ഡിഫറൻസാണ്. അടുത്ത ചോദ്യം, വാട്ട് വാസ് ദി റെസ്പെക്റ്റീവ് റേഷ്യോ ബിറ്റ്വീൻ the expenditure of company A in the year 2009 and expenditure of company B in the year 2005? അപ്പോൾ എ എന്നുള്ള കമ്പനിയുടെ 2009 എക്സ്പെൻഡിച്ചർ നോക്കണം. ഗ്രാഫിൽ നോക്കിയാൽ മതി, നേരെ നോക്കിയാൽ മതി. പിന്നെ ബി എന്നുള്ള കമ്പനിയുടെ 2005 എക്സ്പെൻഡിച്ചർ നോക്കണം. അവയുടെ റേഷ്യോ, വാട്ട് വാസ് ദി റെസ്പെക്റ്റീവ് റേഷ്യോ ബിറ്റ്വീൻ ദി എക്സ്പെൻഡിച്ചർ ഓഫ് കമ്പനി A in the year 2009 and expenditure of company B in the year 2005. 5:3, 3:4, 3:5, 3:2. ഓപ്ഷൻ ഡി ആണ്. ദ റിക്വയർഡ് റേഷ്യോ 2:10. ആ 2:10 ഒക്കെ എടുക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം. ആ ഗ്രാഫ് നമ്മൾ 5 ആയിട്ട് ഭാഗിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. 2:10:140, ദാറ്റ് ഈസ് 3:2. ഇപ്പോൾ ഗ്രാഫ് കൃത്യമല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പ്രയാസം വരും. മെത്തഡ് മനസ്സിലാക്കുക. ഗ്രാഫിൽ പോയിട്ട് ആ ഓരോ വർഷത്തിനും കണക്ക് അതിൻ്റെ നേരെയുള്ള എക്സ്പെൻഡിച്ചർ എടുക്കേണ്ടത്. അടുത്ത ഇതിൻ്റെ തന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ വാസ് ദി ടോട്ടൽ എക്സ്പെൻഡിച്ചർ ബൈ ഓൾ ദ ത്രീ കമ്പനീസ് ടുഗദർ സെക്കൻഡ് ഹയസ്റ്റ്? ഏത് വർഷമാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഏറ്റവും കൂടിയതിനേക്കാൾ ജസ്റ്റ് താഴെ? ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ വരുന്ന ഒരു വർഷമുണ്ട് 3 കമ്പനിക്കും കൂടി. ഏറ്റവും കുറവ് എക്സ്പെൻഡിച്ചർ വരുന്ന ഒരു വർഷമുണ്ട് 3 കമ്പനിയുടെയും കൂടി. അപ്പോൾ പറയേണ്ടത് ഏത് വർഷത്തിലാണ് ഈ മാക്സിമം എക്സ്പെൻഡിച്ചറിൻ്റെ ജസ്റ്റ് താഴെ 3 കമ്പനിക്കും കൂടി വരുന്നത്. അത് നമ്മൾ ഓരോ വർഷത്തെ എക്സ്പെൻഡിച്ചർ കൂട്ടി നോക്കണം, എന്നാലേ കിട്ടുള്ളൂ. 2005, 2006, 2007, 2008, 2009. ഇവിടെ നമ്മൾ ഓരോ വർഷത്തെ എക്സ്പെൻഡിച്ചർ കൂട്ടുകയാണ്, നോക്കുക. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അത് 3 കമ്പനികളുടെ ഓരോ വർഷത്തെയും 5 വർഷമുണ്ട്, 5 വർഷത്തെയും കൂട്ടണം. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് 3 കമ്പനീസ് ഇൻ 2005 80 പ്ലസ് 140 പ്ലസ് 230. ആ 80 എടുക്കുന്നത് സൂക്ഷിക്കണം. ഈ ഗ്രാഫ് എക്സാക്റ്റ് വന്ന് നിൽക്കുന്ന 80 ആണെന്ന് നോക്കണം. നമ്മുടെ പടത്തിൽ ഒരു ചെറിയ ഡീവിയേഷൻ വന്നിട്ടുണ്ട്. അത് പിന്നെ തയ്യാറാക്കിയപ്പോൾ പറ്റിയ കുഴപ്പമാണ്. അപ്പോൾ ഈ എക്സാമിനേഷൻ പേപ്പറിൽ കറക്റ്റായിട്ട് നോക്കിയെടുക്കുക. 2005 3 കമ്പനിയുടെ എക്സ്പെൻഡിച്ചർ നോക്കിയെടുക്കുക ഗ്രാഫിൽ. 80 പ്ലസ് 140 പ്ലസ് 200, അത് 420 ലാക്കാണ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് 3 കമ്പനീസ് ഇൻ 2006 100 പ്ലസ് 190 പ്ലസ്, ആ 190 എടുക്കുന്നത് സൂക്ഷിച്ചെടുക്കണം, അത് കെയർഫുൾ ആയിരിക്കണം. പ്ലസ് 250, ദാറ്റ് ഈസ് 540 ലാക്കാണ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് 3 കമ്പനീസ് ഇൻ 2007, അത് 580 ലാക്കാണ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് 3 കമ്പനീസ് ഇൻ 2008 470 ലാക്കാണ്, കൂട്ടണം. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് 3 കമ്പനീസ് ഇൻ 2009 530 ലാക്കാണ്. ദ റിക്വയർഡ് ആൻസർ ഏറ്റവും വലുതിൻ്റെ ജസ്റ്റ് താഴെയുള്ളത് കേട്ടോ. ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലുത് 580 ആണ്. അത് 2007 ആണ്. ജസ്റ്റ് താഴെയുള്ള 540 ആണ്. അത് 2006 ആണ്. അപ്പോൾ 2006 ആൻസർ. അതിന് തന്നെ മറ്റൊരു ചോദ്യമുണ്ട്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഓൾ 3 companies together in the year 2006 was what percentage of the total expenditure of company A overall the year together? Total expenditure of all 3 companies together in the year 2006. ഈ 2006 3 കമ്പനികൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വാസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് കമ്പനി എ ഓവറാൾ ദി ഇയർ ടുഗദർ. ഏടെ എല്ലാ വർഷത്തിൻ്റെ എക്സ്പെൻഡിച്ചർ എടുത്താൽ ഈ 3 കമ്പനികൾ 2006 എക്സ്പെൻഡിച്ചർ ആയിട്ട് നോക്കുമ്പോൾ എത്ര പെർസെൻറ്റ് വരാമെന്ന്.
75, 72, 65, 60. അത് നോക്കുക. അപ്പോൾ നമ്മൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഓൾ ദി കമ്പനീസ് താഴെ ചെയ്തിട്ടുണ്ട് 5 വർഷം. 80 പ്ലസ് 100 പ്ലസ് 130 പ്ലസ് 200 പ്ലസ് 230. പിന്നെ കമ്പനി എയുടെ എക്സ്പെൻഡിച്ചർ വരുന്നത് എയുടെ ഓവറോൾ എടുത്ത് നമ്മൾ പിന്നെ 2006 3 കമ്പനിയുടെ 2006 ടോപ്പിൽ വരുന്നത്. അത് 100 പ്ലസ് 190 പ്ലസ് 250 ആണ് ഇൻറ്റു 100 റേഷ്യോ എടുക്കുമ്പോൾ 75% വരും. ഇനി വേറൊരു ഗ്രാഫ് തരികയാണ്. ഈ ഗ്രാഫ് അല്പം നോക്കിയെടുക്കാൻ പാടാണ്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതും ഒരു ലൈൻ ചാർട്ട് ക്വസ്റ്റ്യൻ. ഒരു ലൈൻ ചാർട്ട് നമുക്ക് തരികയാണ്. അതിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യാൻ പഠിച്ചാൽ മതി. ദ ചേഞ്ച് ഓഫ് വർക്ക് ഫോഴ്സ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ബജാജ് ഓട്ടോ ഫോർ ദ പീരീഡ് 2000-2003. 2003 ബജാജ് ഓട്ടോയുടെ വർക്ക് ഫോഴ്സിൻ്റെയും പ്രൊഡക്ടിവിറ്റിയുടെയും ഒരു ലൈൻ ചാർട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ വർക്ക് ഫോഴ്സ് നമ്മൾ കാണിക്കുകയാണ്. എക്സ് ആക്സിൽ വർക്ക് ഫോഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ അവിടെ തന്നെ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കിയെടുക്കാൻ എളുപ്പമുണ്ട്. വർക്ക് ഫോഴ്സ് വൈ ആക്സിൽ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ വാല്യൂ ഓരോ പോയിന്റിലും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയെടുക്കാൻ എളുപ്പമാണ്. പിന്നെ താഴെ തന്നിരിക്കുന്നത് ഓരോ വർഷമാണ് തന്നിരിക്കുന്നത്, വർഷം. അപ്പോൾ ഇത് വർഷവും വർക്ക് ഫോഴ്സും തമ്മിലുള്ള ഗ്രാഫാണ്. അടുത്തത് വർഷവും പ്രൊഡക്ടിവിറ്റിയും തമ്മിലുള്ള ഗ്രാഫാണ്. ആ പ്രൊഡക്ടിവിറ്റിയും ഓരോ വർഷത്തും ഉള്ളത് ആ ഗ്രാഫിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇയറും വർക്ക് ഫോഴ്സും ഇയറും പ്രൊഡക്ടിവിറ്റിയും തമ്മിലുള്ള 2 ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയെടുക്കാൻ പഠിക്കുക. ഓരോ പോയിന്റിലും ഓരോ ഇയറിലെ വാല്യൂ അവിടെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിയെടുക്കാൻ എളുപ്പമാണ്. The productivity of each year is shown in the figure, so we can easily detect it. The work force of each year is shown in the figure, so we can easily detect it. Read it. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. By how much percentage has production changed in 2003 as compared to its value for 2000? 2003 ഈ പ്രൊഡക്ഷൻ എത്രമാത്രം ചേഞ്ച് ചെയ്യും 2000-ത്തേക്കാൾ എന്നാ ചോദ്യം. -3%, +5%, 0%, 7%. അതിൻ്റെ ആൻസർ നോക്കുക. ആൻസർ എ ആണ്, -3% ആണ്. അതിൻ്റെ കാരണം നോക്കി എന്താണെന്ന്. യു സീ ദ റീസൺ. ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ 12,330 - 17,213. അതാണ് ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ. ആ വർഷത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ therefore percentage change അത് -4,875. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് നമുക്ക് വരുന്നത് 17,213 മുകളിൽ -4,875 × 100. അപ്പോൾ -3% എന്ന് കിട്ടും. ഇപ്പോൾ ഗ്രാഫ് വെച്ച് ഒത്തു നോക്കണം, എന്നാലേ മനസ്സിലാകുള്ളൂ. ഇത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വിച്ച് ഓഫ് ദി മെൻഷൻഡ് ഏരിയാസ് ഈസ് ദി ഹയസ്റ്റ് ഓവർ the period 2000-2003. Percentage change in which of the mentioned areas. ഇപ്പോൾ ഏത് ഏരിയയിലാണ് ഈ പെർസെൻറ്റേജ് ചേഞ്ച് ഏറ്റവും കൂടുതൽ വരുന്നത്? ഓവർ ദ പീരീഡ് 2000-2003. വർക്ക് ഫോഴ്സ്, പ്രൊഡക്ടിവിറ്റി, പ്രൊഡക്ഷൻ. വർക്ക് ഫോഴ്സ് ആൻഡ് പ്രൊഡക്ഷൻ ബോത്ത്. Change in productivity 113 - 83.2, that is 29.8. Percentage change 29.2 by 83.2 total ആണ് into 100, that is 35.8.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടു വേരിയബിൾസ് ഹാവ് മെൻഷൻഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇൻ ദ മെൻഷൻഡ് പീരീഡ്? ഏത് രണ്ട് വേരിയബിളാണ് ഒരേ ദിശയിൽ മൂവ് ചെയ്യുന്നത്? വർക്ക് ഫോഴ്സ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, വർക്ക് ഫോഴ്സ് ആൻഡ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി, നൺ ഓഫ് ദിസ്. ഉത്തരം ബി ആണ്. ബി, വർക്ക് ഫോഴ്സ് ആൻഡ് പ്രൊഡക്ഷനാണ്. Both the workforce and production have dropped. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ് നമുക്ക്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിക്കാം. അതിൻ്റെ പടം താഴെയുണ്ട്. ആ പടം നോക്കിയാണ് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. The following figure represents flow of natural gas through pipelines between major cities A, B, C, D and E in suitable unit. ഒരു ഗാലനോ വല്ലതൊക്കെ അറിയാം. ഗാലൻ എന്നുള്ള കണക്കിൽ പറഞ്ഞാലും മതി. Assume that supply equals demand. Refer to it and answer the following questions. ഇപ്പോൾ 4 ചോദ്യമാണ്. The following figure represents flow of natural gas through pipeline between major cities C, B, C, D and E in suitable unit. ഇപ്പോൾ ഗ്യാസ് ഫ്ലോ കാണിച്ചിരിക്കുകയാണ്. അത് എന്താണ് യൂണിറ്റ്? ഇപ്പോൾ മില്യൺ ഗാലനോ അല്ലെങ്കിൽ മില്യൺ ലിറ്റർ അങ്ങനെയൊക്കെ പറയാം. അസ്യൂം ദാറ്റ് സപ്ലൈ ഈക്വൽസ് ഡിമാൻഡ്. റെഫർ ടു ഇറ്റ് ആൻഡ് ആൻസർ ദി ഫോളോയിങ്. ഇപ്പോൾ സപ്ലൈയും ഡിമാൻഡും തുല്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുക. ഫ്ലോ ഓഫ് നാച്ചുറൽ ഗ്യാസ് ത്രൂ പൈപ്പ് ലൈൻ അക്രോസ് 5 സിറ്റീസ്. അപ്പോൾ 5 സിറ്റീസാണ് കാണിച്ചിരിക്കുന്നത്. എ, ബി, സി, ഡി, ഇ എന്നുള്ള സിറ്റീസ്. ഫ്ലോ 1200 യൂണിറ്റ്, എ ടു ബി 1200, ബി ടു ഇ 550, പിന്നെ അങ്ങനെ എല്ലാ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. അതിൽ എ ടു സി മാത്രം എം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എം വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റനായിട്ട് വരും. അപ്പോൾ സപ്ലൈ ഈക്വൽ ഡിമാൻഡാണ്. സപ്ലൈ ഡിമാൻഡ് തുല്യമാണ്. അപ്പോൾ ഇവിടെ എ ടു സി എന്ന് പറയുന്നൊരു എം ഉണ്ട്. ആ എം എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ആ പൈപ്പ് ലൈനിലൂടെ ഒഴുകുന്ന ഗ്യാസിൻ്റെ അളവാണ് ഇവിടെ മെട്രിക് ടണ്ണിലോ അല്ലെങ്കിൽ മില്യൺ ടണ്ണിലോ അല്ലെങ്കിൽ ഗാലനിലോ ഒക്കെ കാണിക്കാം ആ യൂണിറ്റ്. ആ പടം മനസ്സിലായല്ലോ. 5 കമ്പനിയിലേക്ക് വരുന്നത് ആരോ നോക്കണം. ആ നാച്ചുറൽ ഗ്യാസ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ കണക്കാണ്. ആരോഗ്യ വളരെ പ്രാധാന്യമുണ്ട്. വാട്ട് ഈസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഡിമാൻഡഡ് ഇൻ ബി? ബിക്ക് എത്ര യൂണിറ്റ് വേണം? 350, 400, 450, 500 ബിക്ക് വേണ്ടത്. ഇപ്പോൾ ബിക്ക് വേണ്ടത് ആ പടം നോക്കണം. എന്നിട്ട് ബിക്ക് വേണ്ടത് എഴുതണം നമ്മൾ. ഓപ്ഷൻ ബി ആണ്. ഇത് ഇൻപുട്ട് ഇൻറ്റു ബി ഈസ് 1200 യൂണിറ്റ്സ് ആൻഡ് ദി ഔട്ട്പുട്ട് ഫ്രം ബി ഈസ് 250 + 550 ദാറ്റ് ഈസ് 800 യൂണിറ്റ്. ബിക്ക് 800 യൂണിറ്റ് വേണം. 800 യൂണിറ്റ്. ഹെൻസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ള രീതിയാണ്. ഡിമാൻഡ് ഈസ് 1200 - 800 ഈസ് 400 യൂണിറ്റ്സ്. അങ്ങനെയാണ് ഡിമാൻഡോടെ കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഡിമാൻഡഡ് ഇൻ സി ഈസ് 25, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എം? എം കണ്ടുപിടിക്കാനാണ്. 1025, 875, 775, 850. അപ്പോൾ അതിൻ്റെ ആൻസർ, സി ഹാസ് എ നെറ്റ് ഔട്ട്പുട്ട് ഓഫ് 1100 യൂണിറ്റ്സ്. ഇഫ് ദി ഡിമാൻഡ് ഈസ് 225 അറ്റ് സി, ദെൻ to fulfill all conditions we need an output of 1325. അവിടെ ഒരു ഡിമാൻഡ് 225 ഉണ്ട്. ഇൻഫ്ലോ വന്നിരിക്കുന്നത് 1100 ആണ്. അപ്പോൾ ആകെ വേണ്ടത് 13, രണ്ട് കൂട്ടണം, 1325 ആണ് ഇൻ സി. ദിസ് വിൽ ഒക്കർ ഓൺലി ഇഫ് ദ വാല്യൂ ഓഫ് എം ഈസ് 1075. ഇപ്പോൾ 1075 വാല്യൂ ഓഫ് എം വന്നാൽ ഇത് സംഭവിക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ,
If the total demand of E is 80% of demand A, what is the demand of A? 2500, 2400, 4500, 5000. ഈയുടെ ഡിമാൻഡ് നമ്മൾ ആദ്യം പറയണം. Total demand in E is equal to total input into E. That is 550 plus 800 plus 650, that is 2000. 2000. Converted to percentage. 2000 by 1800, 2500. Hence the demand in A will be 2500. Next question. Assuming the information of question number 2 and 3 to be true, what is the total demand in the 5 cities? 2925, 5275, 4325 cannot determine. Option B. Solution. Demand equal to A plus B plus C plus D plus C. 2500 plus 400 plus 225 plus 50 plus 2000 equal to 5775. That is all with your 49th lecture line chart. We continue class. Thank you.